Welcome back to my channel English Grammar Teaching and Learning. My name is Sarasan. I am a retired person from the University of Calicut. Today, I would like to launch a new venture for the candidates of Kerala Public Service Commission. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഉദ്യോഗാർത്ഥികളായി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാനൊരു പുതിയ സംരംഭം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു. അതായത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇതുവരെ നടത്തിയിട്ടുള്ള വിവിധ പരീക്ഷകളിലെ ജനറൽ ഇംഗ്ലീഷ് പാർട്ട് പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എല്ലാ നിയമങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്ലാസ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഏവരും എന്നോടൊപ്പം സഹകരിച്ചാൽ നിങ്ങൾക്ക് PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ജനറൽ ഇംഗ്ലീഷ് ഭാഗം അതിൻ്റെ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ കഴിയും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. സഹകരിക്കുക. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് 6/6/2024 കേരള PSC നടത്തിയ ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചർക്ക് വേണ്ടി 6/6/2024 നടത്തിയ ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാണ്ട് 71 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ ഇംഗ്ലീഷ് പ്യൂർലി ഗ്രാമർ പാർട്ടുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിൽ ആദ്യത്തെ 10 അതായത് 71 മുതൽ 80 വരെയുള്ള ചോദ്യങ്ങൾ PG ലെവൽ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടതാണ്. അത് ആവശ്യപ്പെട്ടാൽ നമുക്ക് ആ 10 ചോദ്യത്തിന് ഉത്തരങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ഇപ്പം ഞാൻ ജനറലായിട്ട് 81 മുതലുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലെറ്റ് us come. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്? ഈ താഴെ തന്നിരിക്കുന്നതിൽ വ്യാകരണപരമായി ശരിയായിട്ടുള്ളത് ഏതാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്? വ്യാകരണപരമായി കറക്റ്റായിട്ടുള്ള പ്രസ്താവന ഏത്? നമുക്കറിയാവുന്ന 4 ചോയ്സ്. അതിൽ ആദ്യത്തെ ചോയ്സ്, ഈച്ച് ഓഫ് ദി ഗേൾസ് ഹാവ് ദെയർ ഓൺ ബാക്ക് പാക്ക്. ഈച്ച് ഓഫ് ദി ഗേൾസ് ഹാവ് ദെയർ ഓൺ ബാക്ക് പാക്ക്. ഓരോ പെൺകുട്ടികൾക്കും അവരുടേതായിട്ടുള്ള ബാക്ക് പാക്ക് ഉണ്ട്. ബാക്ക് പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ തോൾ പെട്ടി അല്ലെങ്കിൽ ഇപ്പോൾ തോളിൽ ഇട്ടിരിക്കുന്ന ബാഗിനെയാണ് ബാക്ക് പാക്ക് എന്ന് പറയുക. ഒന്നാമത്തെ സെൻസ് അതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഈച്ച് ഓഫ് ദി ഗേൾസ് ഹാസ് ഹെർ ഓൺ ബാക്ക് പാക്ക്. ഓരോ പെൺകുട്ടിക്കും അവളുടേതായിട്ടുള്ള ബാക്ക് പാക്ക് ഉണ്ട്. മൂന്നാമത്തെ സെൻസ്, ഈച്ച് ഓഫ് ദി ഗേൾസ് ഹാസ് ദെയർ ഓൺ ബാക്ക് പാക്ക്. ഓരോ പെൺകുട്ടിക്കും അവരുടേതായിട്ടുള്ള ബാക്ക് പാക്ക് ഉണ്ട്. ഈച്ച് ഓഫ് ദി ഗേൾസ് ഹാവ് ഹെർ ഓൺ ബാക്ക് പാക്ക്. അവളുടേതായിട്ടുള്ള ബാക്ക് പാക്ക് ഉണ്ട് ഓരോ പെൺകുട്ടിക്കും. ഈ സെന്റൻസ് 4 സെന്റൻസിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രയോഗങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഫസ്റ്റ് സെന്റൻസ് നമുക്ക് പരിശോധിക്കാം. പ്രയോഗം ഈച്ച് ഓഫ് ദി ഗേൾസ് എന്നാണ്. ഈച്ച് ഓഫ് ദി ഗേൾ, ഈച്ച് ഓഫ് ദി. ഇവിടെ ആദ്യ സെൻസിൽ ഈച്ച് ഓഫ് ദി ഗേൾസ്, രണ്ടാമത്തേലും ഈച്ച് ഓഫ് ദി ഗേൾസ്, മൂന്നാമത്തേലും ഈച്ച് ഓഫ് ദി ഗേൾസ്, നാലാമത്തേലും ഈച്ച് ഓഫ് ദി ഗേൾസ്. അപ്പോൾ ഈച്ച് ഓഫ് ദി ഗേൾസ് എന്നുള്ളത് ആ പാർട്ട് കംപ്ലീറ്റ് 4 സെൻസിലെയും സ്ട്രക്ചർ ഒന്ന് തന്നെയാണ്. ഇനി വെർബ് നോക്കിയാൽ ഹാവ് ആണ് ആദ്യത്തേത്, രണ്ടാമത്തത് ഹാസ് ആണ്, മൂന്നാമത്തത് ഹാസ് ആണ്, നാലാമത്തത് ഹാവ് ആണ്. അടുത്ത ടൈം എന്ന് പറയുന്നത് ദേർ ആണ് ആദ്യത്തത്, പിന്നെ 2 ഹെർ ആണ്, 3 ദേർ ആണ്, 4 ഹെർ ആണ്. അപ്പോൾ ഇവിടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയാൽ ഹാവിലാണോ വ്യത്യാസം, ഹാസിലാണോ വ്യത്യാസം? ഹാസ് ഹാവും മാറി മാറി തന്നിട്ടുണ്ട്. പിന്നുള്ള വ്യത്യാസം ദേറിലാണോ ഹെറിലാണോ, ദേറിലാണോ ഹെറിലാണോ, ഇതാണ് വ്യത്യാസം. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. ഓൺ ബാക്ക് പാക്ക്, ഓൺ ബാക്ക് പാക്ക്, ഓൺ ബാക്ക് പാക്ക്, ഓൺ ബാക്ക് പാക്ക്. അപ്പം ഇതിനകത്ത് കറക്റ്റ് യൂസേജ്
ഹാവ് ആണോ ഹാസ് ആണോ ആദ്യം നമ്മൾ തിരിച്ചറിയുക. ഹാവ് ആണോ ഹാസ് ആണോ അല്ലേ? അപ്പോൾ ഇതിനൊരു നിയമമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഈച്ച് ഓഫ് ദിക്ക് ശേഷം ഈച്ച് ഓഫ് ദി, ആഫ്റ്റർ ഈച്ച് ഓഫ് ദി, ആഫ്റ്റർ ഈച്ച് ഓഫ് ദി, ഈച്ച് ഓഫ് ദിക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന നൗൺ എന്തായിരിക്കണം? ഈച്ച് ഓഫ് ദി, ആഫ്റ്റർ ഈച്ച് ഓഫ് ദി യൂസസ് സിംഗുലർ പ്ലൂറൽ നൗൺ ആൻഡ് സിംഗുലർ വെർബ്. ഇതാണ് ഇതിന്റെ നിയമം. ഇതനുസരിച്ച് ഈ നിയമം അറിയാമെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് എഴുതാൻ പറ്റും. അപ്പൊ എന്താണ്? ആഫ്റ്റർ ഈച്ച് ഓഫ് ദി യൂസസ് പ്ലൂറൽ നൗൺ ആൻഡ് സിംഗുലർ വെർബ്. ഇവിടെ പ്ലൂറൽ നൗൺ ഗേൾസ്, അപ്പൊ എല്ലായിടത്തും ഗേൾസാ. പിന്നെ വരുന്നത് സിംഗുലർ നൗൺ ആണ്. സിംഗുലർ നൗൺ ഇത് പ്ലൂറൽ ആണ്. ഹാവ്, ഹാസ് സിംഗുലർ, ഹാസ് സിംഗുലർ. അങ്ങനെ വരുമ്പോൾ രണ്ടെണ്ണം ഹാസ് കിടപ്പുണ്ട്. ഹാസ് ആണ് എന്ന് കറക്റ്റായി മനസ്സിലാക്കി. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈച്ച് ഓഫ് ദി ഗേൾസ് എന്ന് പറയുമ്പോൾ ഈച്ച് ഓരോ പെൺകുട്ടിയും എന്നാ. അപ്പോൾ അവിടെ ദേർ അല്ല, പിന്നെ ഏതാണ്? ഹെർ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ദേർ ആണ്. അപ്പോൾ ഇത് തെറ്റ്. ഇത് പക്ഷെ ഹാവ് ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് ബി ആണ് ആൻസർ. ആൻസർ ബി. എങ്ങനെ മനസ്സിലായി? ആഫ്റ്റർ ഈച്ച് ഓഫ് ദി യൂസസ് പ്ലൂറൽ നൗൺ, പ്ലൂറൽ നൗൺ ഉപയോഗിച്ചു. പിന്നെ സിംഗുലർ വെർബും ഉപയോഗിച്ചു. ഇവിടെ വരെ കറക്റ്റായി. പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? റിലേറ്റീവ് പ്രൊനൗണായ ദേർ ഹെർ, ദേർ ഹെർ. അപ്പൊ ഇവിടെ ഷീ ആയതുകൊണ്ട് നമ്മൾ എന്തേ എടുക്കാവൂ? ഹെർ സിംഗുലർ ആണ്. പക്ഷേ ഈച്ച് ഓഫ് ദി ഗേൾസ് എന്ന് പറഞ്ഞാൽ ഗേൾ ആണ്. അപ്പം ഹെർ. ഇനി ബോയ്സ് ആണെങ്കിൽ ഹിം എന്ന് വരും. ദേ ആയിരുന്നു എങ്കിൽ സബ്ജക്റ്റ് അങ്ങനെ വരുമെങ്കിൽ ദം വരും. അപ്പോൾ റിലേറ്റീവ് പ്രൊനൗൺ അവിടെ ദേർ, ദേർ എന്ന് പറഞ്ഞാൽ അവരുടെ, ഹർ എന്ന് പറഞ്ഞാൽ അവളുടെ, ദേർ എന്ന് പറഞ്ഞാൽ അവരുടെ, ഹർ എന്ന് പറഞ്ഞാൽ അവളുടെ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആഫ്റ്റർ നിയമം ഇതാണ്. ആഫ്റ്റർ ഈച്ച് ഓഫ് ദി യൂസസ് പ്ലൂറൽ നൗൺ ആൻഡ് സിംഗുലർ വെർബ്. ഈച്ച് ഓഫ് ദിക്ക് ശേഷം എന്ത് ഉപയോഗിക്കണം? പ്ലൂറൽ നൗണും സിംഗുലർ വെർബും ഉപയോഗിക്കുക. പക്ഷെ ഇവിടെ വരെ ഉപയോഗിച്ച് വന്നു, ഇത് നമ്മൾ കണ്ടുപിടിച്ചു. വീണ്ടും കൺഫ്യൂഷനായി. ദേർ, ഗേൾസ് ഒരു പെൺകുട്ടിയാണ്, അപ്പോൾ അവളുടെ എന്നേ വരത്തുള്ളൂ, ദേർ വരത്തില്ല. ഇതേ രീതിയിൽ നമുക്കത് ഈ നിയമം അനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ കറക്റ്റ് ഏതാണ്? ഈച്ച് ഓഫ് ദി ഗേൾസ് ഹാസ് ഹെർ ഓൺ ബാക്ക് പാക്ക് ആണ് കറക്റ്റ്. ഇതാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദി വേർഡ് അംബിക്വസ് മീൻ? അംബിക്വസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മീനിങ് റെയർ, പ്രസന്റ് ഓർ ഫൗണ്ട് എവരിവെയർ, ഐസൊലേറ്റഡ്, സോളിറ്ററി, സീക്രട്ട് ഓർ ഹിഡൻ. ഇതാണ് മീനിങ് ആയി തന്നിട്ടുള്ളത്. അപ്പോൾ വാട്ട് ഡസ് ദി വേർഡ് അംബിക്വസ് മീൻ? അംബിക്വസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? റെയർ എന്ന് പറഞ്ഞാൽ വിരളമായ, പ്രസന്റ് ഓർ ഫൗണ്ട് എവരിവെയർ എവിടെയും കാണപ്പെടുന്ന, എല്ലായിടവും സർവ്വവ്യാപിയായ, ഐസൊലേറ്റഡ് ഒറ്റപ്പെട്ട, സോളിറ്ററി ഏകാന്തമായ, സീക്രട്ട് രഹസ്യമായ, ഹിഡൻ ഒളിച്ചു വെക്കപ്പെട്ട. ഇതാണ് ഇതിന്റെ ചോയ്സ്. അപ്പോൾ അംബിക്വസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ബി ആണ് ആൻസർ. പ്രസന്റ് ഓർ ഫൗണ്ട് എവരിവെയർ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒമ്നി പ്രസന്റ് എന്ന് പറയാം. ഒമ്നി പ്രസന്റ്, വി ക്യാൻ ഫൗണ്ട് എവരിവെയർ. ഗോഡ് ഈസ് ഒമ്നി പ്രസന്റ് ആൻഡ് ഒമ്നി പൊട്ടൻറ്റ് എന്നിങ്ങനെ പറയാറുണ്ട്. ദൈവം സർവശക്തനാണ്, സർവ്വവ്യാപിയാണ്. ഒമ്നി പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഒരു സിനോണിം ആണ് യഥാർത്ഥത്തിൽ എന്ത്? അംബിക്വസ്. അപ്പോൾ അംബിക്വസ് മീൻസ് റെയർ അല്ല, പ്രസന്റ് ഓർ ഫൗണ്ട് എവരിവെയർ. മറ്റൊരു വാക്കാണ് ഒമ്നി പ്രസന്റ്. അപ്പോൾ ഗോഡ് ഈസ് ഒമ്നി പ്രസന്റ് ആൻഡ് ഒമ്നി പൊട്ടൻറ്റ്. അപ്പോൾ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ആൻ അന്റോണിം ഫോർ ദി വേർഡ് അബണ്ടന്റ്?
അബണ്ടൻ എന്ന വാക്കിന്റെ അന്റോണിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അന്റോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, വിപരീത പദം. ഇവിടെ അംബിഗസിന്റെ പര്യായം ഞാൻ പറഞ്ഞു, എന്താണ്? ഒമ്നി പ്രസന്റ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അന്റോണിമാണ്. അന്റോണിം എല്ലാ പരീക്ഷയ്ക്കും ഒരു അന്റോണിമും ഒരു സിനോണിമും ചോദിക്കാറുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ആൻ അന്റോണിം ഫോർ ദി വേർഡ് അബണ്ടൻസ്? അബണ്ടന്റ് മീനിങ് എന്താ വന്നിരിക്കുന്നത്? പ്ലെന്റിഫുൾ, സഫിഷ്യന്റ്, സ്കേഴ്സ്, ആമ്പിൾ. അപ്പോൾ ആദ്യം നമ്മൾ അന്റോണിം ആണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നിരിക്കുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇതിന് സമാനമായ സിനോണിം ആദ്യം നോക്കുക. അബണ്ടന്റിന് ഈക്വൽ ആയിട്ടുള്ളത് പ്ലെന്റിഫുൾ, സഫിഷ്യന്റ്, ആമ്പിൾ. ഇതെല്ലാം ധാരാളം, ഇനഫ്, വേണ്ടുവോളം, എ ലോട്ട് ഓഫ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സ്കേഴ്സ് ആണ്. അപ്പോൾ സി ആണ് ആൻസർ. സ്കേഴ്സ്, വിരളമായ എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വൺസ് അഗൈൻ, വാട്ട് ഈസ് ആൻ അന്റോണിം ഫോർ ദി വേർഡ് അബണ്ടന്റ്? അബണ്ടന്റ് കാണുമ്പോൾ തന്നെ കയറി പ്ലെന്റിഫുൾ എന്നോ സഫീഷ്യന്റ് എന്നോ എഴുതരുത്. കാരണം ചോദിച്ചിരിക്കുന്നത് സിനോണിം അല്ല, അന്റോണിമാണ്. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ കെയർഫുള്ളി റീഡ് ദി ക്വസ്റ്റ്യൻ. അന്റോണിം ചോദിച്ചാൽ തന്നിരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് ചിന്തിച്ചിട്ട് ആദ്യം അതിന്റെ മീനിങ് നോക്കുക. പ്ലെന്റിഫുൾ, സഫീഷ്യന്റ്, ആമ്പിൾ, ഇതെല്ലാം അതിന്റെ സിനോണിമാണ്. അന്റോണിം അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ സ്കേഴ്സ്. അപ്പൊ ഈ വാക്കിന്റെ എല്ലാം ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ സ്കേഴ്സ് ആണ്. ഓക്കെ. ഇനി പരീക്ഷയ്ക്ക് അബണ്ടന്റിന് പകരം പ്ലെന്റിഫുൾ തന്നിട്ട് അന്റോണിം ചോദിച്ചാലും, സഫീഷ്യന്റ് തന്നിട്ട് ചോദിച്ചാലും, ആമ്പിൾ തന്നിട്ട് ചോദിച്ചാലും ഏതെന്നെ എഴുതിയാൽ മതി, സ്കേഴ്സ് തന്നെ എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് വൺ. വാട്ട് വേർഡ് മീൻസ് ദി quality of being honest and having strong moral principles or moral uprightness? അപ്പോൾ what word means? ഈ വേർഡിന്റെ അർത്ഥം എന്താണ്? The quality of being honest. Quality of being honest and having strong moral principles, moral uprightness. Moral uprightness, moral principles. അതായത് എല്ലായ്പ്പോഴും സത്യസന്ധനായിരിക്കുക എന്നുള്ള ഒരു ഗുണം, അതുപോലെ പൊതുവായിട്ടുള്ള പൊതുസമൂഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വൺ വേർഡ് ഇൻറ്റഗ്രിറ്റി ഉണ്ട്, വിർച്യു ഉണ്ട്, ഓണസ്റ്റി ഉണ്ട്, റെക്റ്റിറ്റ്യൂഡ്. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ളത്? ഇപ്പോൾ വിർച്യു എന്ന് പറഞ്ഞാൽ നന്മ, ഓണസ്റ്റി സത്യസന്ധത, റെക്റ്റിറ്റ്യൂഡ് സത്യസന്ധത. പക്ഷെ ഇതെല്ലാം ഉൾക്കൊള്ളുന്നത് ഏത് വേർഡാണ്? ഇൻറ്റഗ്രിറ്റി, ആർജവം എന്നുള്ള വാക്കാണ്. ആർജവം ഓർ ഇൻറ്റഗ്രിറ്റി. അപ്പോൾ വാട്ട് വേർഡ് മീൻസ് ദി ക്വാളിറ്റി ഓഫ് ബീയിങ് ഓണസ്റ്റ് ആൻഡ് ഹാവിങ് സ്ട്രോങ് മോറൽ പ്രിൻസിപ്പിൾസ്, മോറൽ അപ്രൈറ്റ്നസ്. ദാറ്റ് ഈസ് കാൾഡ് ഇൻറ്റഗ്രിറ്റി. അതിനെ നമുക്ക് ഇൻറ്റഗ്രിറ്റി എന്ന് വിളിക്കാം. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ആഫ്റ്റർ ഐ ഗെറ്റ് ഹോം ഫ്രം വർക്ക് I often down for a nap before dinner. ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ, ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വിശ്രമിക്കാറുണ്ട്. മിക്കപ്പോഴും ഒന്ന് കിടക്കും, ഒരു ചെറിയ ഉറക്കത്തിന് വേണ്ടി, അത്താഴത്തിന് മുമ്പ്, ഡിന്നർ കഴിക്കുന്നതിന് മുമ്പ്. അവിടെ ഓഫൺ ഡാഷ് ഡൗൺ ആണ് തന്നിരിക്കുന്നത്. അതിൽ ഏതെല്ലാം വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്? ലൈ, ലേ, ലെയ്ഡ്, ലൈഡ്. യഥാർത്ഥത്തിൽ ഇവിടെ 2 വേർഡേ ഉള്ളു, 4 ഭാഗങ്ങളായി തന്നിരിക്കുന്നു. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി നമുക്ക് അത് ഫില്ല് ചെയ്യണം. എങ്ങനെയാണ്? ആദ്യത്തെ വേർഡ് എന്താണ്? ലൈ എന്നാണ്. LIE, ലൈ. ലൈ എന്ന് പറഞ്ഞാൽ പ്രസന്റ് സിമ്പിൾ ആണ്. അതിന്റെ പ്രസന്റ് സിമ്പിൾ തന്നെ 2 ബേസ് ഫോം അതുപോലെ നേസ് ഫോം വരും. അപ്പോൾ അവിടെ LIES, ലൈസ്. ഇത് പ്രസന്റ് സിമ്പിൾ LIE, ലൈ, ലൈസ്. അതുപോലെ LIED, ലൈഡ്, LIED, ലൈഡ്. അപ്പോൾ പ്രസന്റ് സിമ്പിളിലുള്ള എസ് ഫോമും ബേസ് ഫോമും. ഇത് പാസ്റ്റ് ഫോം, ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇനി ഇതിന്റെ അർത്ഥം എന്താണ്? ലൈ എന്ന് പറഞ്ഞാൽ കള്ളം അല്ലെങ്കിൽ നുണ എന്നർത്ഥമുണ്ട്, കള്ളം പറയുക എന്നുള്ള അർത്ഥമുണ്ട്. ലൈസ് എന്ന് പറഞ്ഞാലോ അതുപോലെ ഇത് ലൈ ഡൗൺ, ഉറക്കത്തിലേക്ക് വീണു അല്ലെങ്കിൽ ഉറങ്ങാൻ കിടന്നു, ലൈ ഡൗൺ.
പിന്നെ ഇതെൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. പിന്നെ വന്നിരിക്കുന്ന ലേ ആണ്. ലേ എന്ന് പറഞ്ഞാലും കിടക്കുക എന്നർത്ഥമുണ്ട്, ഇടുക എന്നർത്ഥമുണ്ട്, വെക്കുക എന്നർത്ഥമുണ്ട്. അതിൻ്റെ പ്രസന്റ് ഫോമാണ് ലേ. പ്രസന്റ് ഫോംസ് ലേസ്, LAID പാസ്റ്റ് ഫോം, LAID പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പോൾ ഇവിടെ പ്രസന്റ് ഫോം, പ്രസന്റ് സിമ്പിൾ, ബേസ് ഫോം, എസ് ഫോം, ഡു ഫോം ഓർ ഡസ് ഫോം. അതിൻ്റെ പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അതുപോലെ പ്രസന്റ് സിമ്പിൾ ലേസ്, ഇത് ഡു ഫോം, ഇത് എസ് ഫോം പ്രസന്റ് ടെൻസിൽ. ഇത് പാസ്റ്റ് ഫോം, ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ലൈ എന്ന് പറഞ്ഞാൽ കള്ളം എന്നർത്ഥമുണ്ട്, നുണ എന്നർത്ഥമുണ്ട്. കള്ളം പറയുക എന്ന് വെർബ് ആയിട്ട് വരുന്നു. ഇനി ലേ എന്ന് പറഞ്ഞാൽ ഇടുക, വെക്കുക, കിടക്കുക എന്നർത്ഥമുണ്ട്. അതിൻ്റെ പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇവിടെ പ്രസന്റ് ഫോം ലൈ കള്ളം, നുണ പറയുക, നുണ പറഞ്ഞു, നുണ പറയപ്പെട്ടു, കിടന്നു എന്നർത്ഥമുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ്? ലേ ഡൗൺ, LID, ലേ ഡൗൺ ആണ് ആൻസർ. ലേ ഡൗൺ, ലേ ഡൗൺ, ഇതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദി ഇഡിയം ജംപ് ഓൺ ദി ബാൻഡ്വാഗൺ മീൻസ്? ജംപ് ഓൺ ദി ബാൻഡ്വാഗൺ എന്നതിൻ്റെ അർത്ഥം, ആ ഇഡിയത്തിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാൻഡ്വാഗൺ എന്ന് പറഞ്ഞാൽ ഒരു പഴയ ഇംഗ്ലീഷ് യൂസേജ് ആണ്, അല്ലെങ്കിൽ ഇഡിയമാണ്. പണ്ട് ബ്രിട്ടനിൽ ഈ സർക്കസുകാരെ കൊണ്ടുപോകുന്ന വാഗൺ, അതിൽ സർക്കസുകാരെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ സർക്കസ് ഉള്ളിടത്തേക്ക് ആളുകൾ ഇങ്ങനെ ഓടിക്കൂടുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു പോപ്പുലാരിറ്റി എന്നുള്ള രീതിയിൽ അതൊരു ട്രെൻഡായി മാറി. അങ്ങനെയാണ് ഇത് ബാൻഡ് വാഗൺ എന്ന ഒരു ഇഡിയം അല്ലെങ്കിൽ ശീല് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നാണ്? ടു മിസ് ആൻ ഓപ്പർച്യൂണിറ്റി, ഒരവസരം നഷ്ടപ്പെടുക എന്നുള്ളതാണ് ടു മിസ് ആൻ ഓപ്പർച്യൂണിറ്റി. രണ്ടാമത്തേതായിട്ട് ജോയിൻ ടു എ പോപ്പുലർ ട്രെൻഡ് ഓർ ആക്ടിവിറ്റി, ഒരു പോപ്പുലർ ട്രെൻഡിലോ അല്ലെങ്കിൽ ആക്ടിവിറ്റിയിലോ പങ്കെടുക്കുക എന്നുള്ളതാണ് ഈ ഇഡിയം ജംപ് ഓൺ ദി ബാൻഡ് വാഗൺ കൊണ്ട് അർത്ഥമാക്കുന്നത്. ടു ക്രിട്ടിസൈസ് സംവൺ ഹാർഷ്ലി, ഒരാളെ പരുഷമായിട്ട് വിമർശിക്കുക. ടു ബി ഡിസോണസ്റ്റ്, സത്യസന്ധൻ അല്ലാതെ ആയിരിക്കുക, ടു ബി ഡിസോണസ്റ്റ്. അപ്പോൾ ഇതാണ് 4 ചോയ്സ്. അതിൽ ഇഡിയം അതിൻ്റെ മീനിങ് ജംപ് ഓൺ ദി ബാൻഡ് വാഗൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ടു ജോയിൻ ടു എ പോപ്പുലർ ട്രെൻഡ് ഓർ ആക്ടിവിറ്റി, പോപ്പുലർ ട്രെൻഡ് ഓർ ആക്ടിവിറ്റി എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് ദി കറക്റ്റ് ഫോം ഓഫ് ദി വെർബ് ടു കംപ്ലീറ്റ് ദി സെൻറ്റൻസ്? ഐ ഡിഡിൻറ്റ് ഡാഷ് ദി ആൻസർ. ഐ ഡിഡിൻറ്റ് ഡാഷ് ദി ആൻസർ എന്ന സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കുന്നത് തന്നിരിക്കുന്ന വെർബിൻ്റെ ഏത് ഫോം കൊണ്ടാണ് എന്നുള്ളതാണ്. അവിടെ ടെൻസ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പം വാട്ട് ഈസ് ദി കറക്റ്റ് ഫോം ഓഫ് ദി വെർബ് ടു കംപ്ലീറ്റ് ദി സെൻറ്റൻസ്? ഐ ഡിഡിൻറ്റ് ദി ആൻസർ. ഐ ഡിഡിൻറ്റ് എപ്പോഴാണ് വരുന്നത്? ഒരു പാസ്റ്റ് ഫോമിലെ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് ഡിഡ് കിട്ടുന്നത്. അത് നെഗറ്റീവ് ആക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ നോട്ട് ചെയ്തിരിക്കുന്നു, ഡിഡിൻറ്റ് എന്ന് ആവുന്നു. ഉദാഹരണത്തിന് ഇവിടെ തന്നിട്ടുള്ള വെർബുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് ന്യൂ എന്നുള്ളതാണ്, KNEW. ന്യൂ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നർത്ഥം. അടുത്തത് നോസ് ആണ്, KNOWS, നോസ്. അടുത്തത് നോയിങ് ആണ്, KNOWING, നോയിങ്. നെക്സ്റ്റ് വൺ ന്യൂ എന്നുള്ളതാണ്, ന്യൂ എന്നുള്ളതാണ്, KNEW. അപ്പോൾ ന്യൂ, നോസ്, നോയിങ്, ന്യൂ, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിഡിൻറ്റ് ഒന്ന് നോയാണ്, KNOW. അപ്പോൾ KNOW, KNOWS, KNOWING, KNEW. അപ്പോൾ ഇവിടെ നോ എന്ന് പറയുന്ന ഏത് വെർബിന്റെ ബേസ് ഫോമിനെ പിരിച്ചാലും നമുക്ക് എന്ത് കിട്ടും? ഡു കിട്ടും. അപ്പോൾ ഡു പ്ലസ് നോയാണ് നോ എന്ന് പറയുന്നത്. അടുത്ത നോസ് എന്ന് പറഞ്ഞാൽ ഡസ് പ്ലസ് നോയാണ്. അടുത്തതോ നോയിങ് എന്ന് പറഞ്ഞാൽ വെർബിന്റെ ING ഫോമാണ്. അപ്പോൾ പ്രസന്റ്
പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പ്രസന്റ് പാർട്ടിസിപ്പിൾ. V1, V2, V3 ആൻഡ് V4 ഇതാണ് ഫോംസ്. അപ്പോൾ ഇവിടെ നോ, KNOW നോ, KNOWS നോസ്, KNEW ന്യൂ, നോൺ, KNOWN നോൺ, KNOWING. ഇതാണ് അതിന്റെ 4 ഫോംസ്. നോസ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസിൽ വരുന്ന ഇത് ബേസ് ഫോം ആണ്, ഇത് എസ് ഫോം ആണ്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഡു പ്ലസ് നോ കിട്ടും, ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഡസ് പ്ലസ് നോ കിട്ടും. ന്യൂവിനെ പിരിച്ചാൽ ഡിഡ് പ്ലസ് നോ കിട്ടും. നോൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, നോയിങ് ജെറണ്ട് ഫോം ഓർ ING ഫോം. എല്ലാ ബേസ് ഫോമും എല്ലാ വെർബുകൾക്കും എന്തുണ്ട്, മെയിൻ വെർബുകൾക്കും ഈ പറഞ്ഞ ഫോം ഉണ്ട്. പ്രസന്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആൻഡ് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം. അല്ലെങ്കിൽ V1, V2, V3 ആൻഡ് V4. ING ഫോമിനെയാണ് നമ്മൾ V4 എന്ന് പറയുക. ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ പ്രസന്റിൽ 2 ഫോം ഉണ്ട്. ഒന്ന് സിംഗിൾ സബ്ജക്റ്റിനോട് ഉപയോഗിക്കുന്ന എസ് ഫോമും പ്ലൂറൽ സബ്ജക്റ്റിനോട് ഉപയോഗിക്കുന്ന ഡു ഫോമും. അപ്പോൾ ഡസ് ഫോം, ഡു ഫോം പ്രസന്റ് ആണ്. ഇത് പാസ്റ്റ് ആണ്, ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, ഇത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ഇവിടെ ആൻസർ ഏത് വരും? ഡിഡ് ഇനി വന്നു കഴിഞ്ഞു. ഡിഡ് ഇതിൽ നിന്ന് വരും എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? ന്യൂ എന്ന് പറഞ്ഞാൽ അതിനെ പിരിച്ചാൽ ന്യൂ, KNEW ഇതിനെ പിരിച്ചാൽ എന്ത് കിട്ടും? ഡിഡ് പ്ലസ് നോ എന്ന് കിട്ടും. ഡിഡ് പ്ലസ് നോ. ഇതിന്റെ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഡിഡിൻ്റെ ഉപയോഗിച്ചത്. പിന്നെ അപ്പോൾ ഏത് ഫോമിൽ ഉപയോഗിക്കാവൂ? നോ എന്നുള്ള ഫോമിൽ ഉപയോഗിക്കാവൂ. അപ്പോൾ I didn't know the answer. അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. I hope that you understood all these 7 questions and clearly understood. I hope that you clearly understood all these 7 questions and answers. So ഞാൻ ഈ പഠിപ്പിച്ച 7 ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളും അത് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങളും അതിൻ്റെ റൂൾസും പ്രധാനപ്പെട്ട നിയമങ്ങൾ വരുമ്പോൾ നിയമങ്ങൾ നമ്മൾ കൃത്യമായും പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ എൻ്റെ കൂടെ ഫോളോ ചെയ്താൽ അടുത്ത BSc പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഞാൻ ഉറപ്പ് നൽകുന്നു, ജനറൽ ഇംഗ്ലീഷിന് പൂർണ്ണമായിട്ടും ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും, ഒന്ന് ശ്രദ്ധിച്ചാൽ. അതുകൊണ്ട് സഹകരിക്കുക. പ്ലീസ് കോഓപ്പറേറ്റ് വിത്ത് മീ. Please share, subscribe and support me. Thank you so much.